ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കഴുത്തുവേദന, നടുവേദന. അവരുടെ ജോലിയുടെ ഇടയിൽ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കാരണം അവർക്ക് പലപ്പോഴും ജോലിക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. അപ്പം കഴുത്തുവേദനയും നടുവേദനയും വരാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. അതായത് ഒന്ന് ഇംപ്രോപ്പർ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്നതിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലാത്തത്. രണ്ടാമത്തത് കണ്ടിന്യൂസ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ. മൂന്നാമത്തത് വ്യായാമം ഇല്ലായ്മ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കഴുത്തുവേദനയും നടുവേദനയും കൂടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഇംപ്രോപ്പർ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ അലൈൻമെന്റ് തെറ്റുന്നത്, അതിനെ കുറിച്ച് സംസാരിക്കാം. അതായത് നമുക്കറിയാം നമ്മുടെ നട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നാച്ചുറൽ ആയിട്ട് ഒരു കർവേച്ചർ ഉണ്ട്. അതായത് കഴുത്തിന്റെ അവിടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് പിന്നെ ചെസ്റ്റിന്റെ അവിടെ അത് പിന്നെ കുറച്ച് പുറകോട്ട് പോയിട്ട് പിന്നെ വയറിന്റെ ഭാഗത്ത് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്ന് അങ്ങനെയാണ് 33 വെർട്ടിബ്ര ചേർന്നാണ് ഒരു നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നത്. അതിന്റെ ഇടയിൽ ഈ ഓരോ വെർട്ടിബ്രയുടെ ഇടയിൽ ഡിസ്ക് ഉണ്ട്. ഈ വെർട്ടിബ്രയുടെ ഉള്ളിലാണ് നമ്മുടെ സുഷുമ്ന നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് നിൽക്കുന്നത്. അതിലൂടെ സ്പൈനൽ കോഡിന്റെ സൈഡിൽ കൂടെ ഓരോ നെർവ്സും നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തേക്കും വെർട്ടിബ്രൽ കോളത്തിൽ വെച്ച് ഒരു ഫൊറാമിനിലൂടെ പുറത്തു പോയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗവും അപ്ലൈ ചെയ്യുന്നത്. ഈ വെർട്ടിബ്ര അല്ലെങ്കിൽ നട്ടലിന്റെ അലൈൻമെന്റ് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. അപ്പൊ കഴുത്തുവേദനയാണെങ്കിൽ നമ്മുടെ കഴുത്ത് ഫ്രണ്ടിലോട്ട് ഒരു വളവാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ ജോലി രീതി എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഉള്ള ജോലിയാണ്. അതായത് കമ്പ്യൂട്ടർ വർക്ക്, കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ശീലിക്കുമ്പോൾ എപ്പോഴും കഴുത്ത് ഫ്രണ്ടിലോട്ട് വളഞ്ഞു പോകും. അപ്പം നമ്മുടെ നാച്ചുറൽ അലൈൻമെന്റ് ഓപ്പോസിറ്റ് ആണ് അത് എപ്പോഴും പോകുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളയുമ്പം സംഭവിച്ച് നമ്മുടെ വെർട്ടിബ്രയിലുള്ള അതിന്റെ ലിഗമെന്റ്സിന് സ്ട്രെച്ച് വരുന്നു, ഡിസ്കിന് സ്ട്രെയിൻ വരുന്നു. അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായി, ലിഗമെന്റ് ഒക്കെ ചെറിയ ടീറൊക്കെ വന്ന് അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ആ സമയത്ത് അതിനൊരു കോമ്പൻസേറ്ററി ആയിട്ട് മസിൽസ് ആയിട്ട് ചുറ്റുമുള്ള കഴുത്തിൽ മസിൽസ് കയറി സ്പാസ് അടിക്കുക അല്ലെങ്കിൽ ഉളുക്കി പിടിക്കും. അപ്പോഴാണ് കഴുത്ത് ഇങ്ങനെ സ്റ്റക്കായി വരുന്നത്. അത് നിരന്തരം കമ്പ്യൂട്ടർ വർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈ കഴുത്ത് മടങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർ, വാച്ച് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, സർജൻസ്, ഡെന്റിസ്റ്റുകൾ, പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈലിൽ ഭയങ്കര അഡിക്ട്സ്. അപ്പോൾ കഴുത്ത് മടങ്ങി ഫുൾ ടൈം മൊബൈലിൽ ശ്രദ്ധിച്ചിരിക്കും. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ, പിന്നെ നിരന്തരം ഡ്രൈവ് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ സംഭവിക്കാം. പിന്നെ ഇരുന്നുറങ്ങി ശീലിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ നമുക്കറിയാം എപ്പോഴും ജോലിയുടെ ഇടയിൽ അവർ ഇരുന്നുറങ്ങും. അതൊക്കെ കഴുത്തിന് വളരെയധികം പെയിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഉള്ളത് സെറ്റിൽ ഇരുന്ന് ഉറങ്ങുന്നത്, അതെപ്പോഴും കഴുത്തിന് അലൈൻമെന്റിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. സെറ്റിൽ കഴുത്ത് മടക്കിയൊക്കെ ഉറങ്ങുമ്പോഴും വരാം. പിന്നെ വലിയ തലയണ ഉപയോഗിച്ച് കിടക്കുമ്പോൾ നമ്മള് കഴുത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മടങ്ങിപ്പോകും. അപ്പൊ അത് വലിയ തലയണ വെച്ച് ഉറങ്ങുന്നത് നല്ല ശീലമല്ല. എപ്പോഴും നമ്മൾ ചെറിയൊരു തലയണ ഉപയോഗിക്കുക, നമ്മുടെ അലൈൻമെന്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള തലയണ ഉപയോഗിക്കുക. വലിയ തലയണ വെച്ച് ഉപയോഗിക്കുക, എപ്പോഴും കഴുത്ത് മടങ്ങും, കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എത്ര ശീലങ്ങൾ കാരണം നമ്മുടെ സ്പൈൻ അലൈൻമെന്റ് തെറ്റും. അങ്ങനെയാണ് കഴുത്തേന വരുന്നത്.